أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1662 ദിവസത്തിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41 അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആദ് സമൂദ് സമൂഹങ്ങള് ഏറ്റുവാങ്ങേണ്ടി വന്ന ദൈവിക നടപടികളെ പരാമർശിച്ചതിന് തുടർന്ന് ദൈവിക മാർഗം അവലംബിക്കാൻ കൂട്ടാക്കാതിരുന്ന് അള്ളാഹുവിനോട് ശത്രുത കാണിച്ചുകൊണ്ട് ജീവിച്ചു മരിച്ചുപോയ ആളുകൾ പാരത്രിക ലോകത്ത് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അവസ്ഥകളെ വിവരിക്കുകയാണ് 19 മുതൽ ഏതാനും ആയത്തുകളിലായിട്ട്. ആ ആയത്തുകളുടെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കേൾപ്പിച്ചിട്ടുള്ള 19 മുതൽ 22 വരെയുള്ള ആയത്തുകൾ. ഇവിടെ ആദ് സമൂഹത്തെക്കുറിച്ചോ സമൂദ് സമൂഹത്തെക്കുറിച്ചോ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു രീതിയല്ല. പൊതുവായിട്ട് കുഫാറുകളും മുജ്രിമുകളുമായി ജീവിച്ചു മരിച്ചുപോയ ആളുകൾ പാരത്രിക ലോകത്ത് എന്ത് ആക്ഷേപത്താണ് നേരിടാനിരിക്കുന്നത് എന്നത് സംക്ഷിപ്തമായിട്ട് വിവരിക്കുകയാണ് ഈ ആയത്തുകളിലായിട്ട്. അപ്പോ
ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവര് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ വിചാരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതിനും അതിനെ തുടർന്നുള്ള നടപടികളിലേക്ക് നയിക്കപ്പെടുന്നതിനൊക്കെയായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കാര്യമാണ് തുടക്കത്തിൽ പരാമർശിക്കുന്നത്. നമുക്ക് ഈ ആയത്തുകൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി, അള്ളാഹുവിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ, ഇലന്നാർ, നരകത്തിലേക്കായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ, ഫഹും യൂസഊൻ, അവര് മാർഗമധ്യേ തടയപ്പെടുകയാണ്. കുറച്ചു നേരത്തേക്ക് അവരെല്ലാവരും ഒത്തുചേരുന്നതിന് വേണ്ടിയായിട്ട് തടഞ്ഞു നിർത്തപ്പെടുകയാണ്. വിചാരണയുടെ ഒരു സ്വഭാവമാണ് ഇവിടെ അള്ളാഹു വെളിപ്പെടുത്തുന്നത്. മനുഷ്യന്റെ ആദ്യ തലമുറ മുതൽ അവസാന തലമുറ വരെയുള്ള മുഴുവൻ ജനതതികളും അവരുടെ കൂട്ടത്തില് കുറ്റവാളികളായ, അള്ളാഹുവിനോട് ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിച്ച, അള്ളാഹുവിന് വിധേയപ്പെടാൻ കൂട്ടാക്കാതിരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. തുടക്കം മുതൽ അവസാനം വരെയുള്ള ആളുകളൊക്കെയും എത്തിച്ചേരുന്ന വിധത്തില് ആദ്യം എത്തുന്നവരെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി, അള്ളാഹുവിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ. മഹ്ശറിൽ, യുഹ്ശർ എന്നത് അതിൽ നിന്നാണ് മഹ്ശർ എന്ന വാക്ക് വരുന്നത്. ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലവും സമയവും, അതിനാണ് മഹ്ശർ എന്ന് പറയുക. അങ്ങനെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ, ഈ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എല്ലാവരും ഇടകലർന്ന വിധത്തിലുള്ള ഒരു ഒരുമിച്ച് കൂട്ടപ്പെടലല്ല. അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന അഅദാഉല്ലാഹിനെ വേറെ തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. അള്ളാഹുവിനോട് ശത്രുത പുലർത്തിക്കൊണ്ട് കഴിഞ്ഞ ആളുകൾ, അള്ളാഹുവിന് വിധേയപ്പെടാൻ കൂട്ടാക്കാതിരുന്നവർ, ഈ ആളുകള് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ആ നാളിൽ ഇലന്നാർ, നരകത്തിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കാര്യം ഇവിടെ പറയുന്നത്. നരകത്തിലേക്ക് എന്നത് അതിന്റെ അന്തിമമായി അവർ ചെന്ന് ചേരാനുള്ള ലക്ഷ്യസ്ഥാനം എന്ന നിലക്ക് സൂചിപ്പിക്കുന്നതായിട്ടാണ് മുഫസ്സിറുകളൊക്കെയും മനസ്സിലാക്കുന്നത്. അതിന്റെ സൂചന അതാണ്. അതിന്റെ മുമ്പായി, നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നതിന്റെ മുമ്പായി തന്നെയുള്ള വിചാരണയുടെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവസാനം നരകത്തിലേക്കായിരിക്കും. അത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോ യൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി, നരകത്തിലേക്കായിട്ട് അള്ളാഹുവിന്റെ ഈ ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ, ഫഹും യൂസഊൻ, ഈ പദം വിശദീകരിക്കപ്പെട്ട് കാണുക ഈ യുഹ്ബസൂൻ അതുപോലെ യുജ്മഊൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അവര് തടഞ്ഞു നിർത്തപ്പെടുന്നു, അവര് എല്ലാവരെയും ഒരുമിച്ച് വരുന്ന വിധത്തില് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു എന്നൊക്കെയാണ്. യുറദ്ദു അവ്വലുഹും അല ആഖിരിഹിം, തുടക്കത്തിലുള്ളവരെയും അവസാനമുള്ളവരെയും ഒരേ ഘട്ടത്തിൽ, ഒരേ ഇടത്തായിട്ട് തടഞ്ഞു നിർത്തപ്പെടുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടട്ടെ, എല്ലാവരും എത്തട്ടെ എന്നുള്ള നിലയ്ക്ക്. അപ്പോ ഇജ്റാമിന്റെയും കുഫറിന്റെയും ഒക്കെ ഒരു ഇമ്പാക്ട് കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പാപകൃത്യങ്ങള്, ഒരാള് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അതുപോലെ സത്യനിഷേധവും തിന്മയും ഒന്നും തന്നെ അയാളിൽ പരിമിതമാവുകയില്ല. അയാൾ അതിന്റെ ആസാറുകളും അതിന്റെ ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ഒരു അക്രമം ചെയ്യുന്നുവെങ്കിൽ ആ അക്രമത്തിന്റെ സ്വാധീനം, അതിന്റെ ഇമ്പാക്റ്റ് അയാളിൽ മാത്രം പരിമിതമല്ല,
അത് അയാളെ കണ്ട് പഠിക്കുന്നവരിലും അയാള് പ്രചോദനമായി കൊണ്ട് ആരൊക്കെ അത്തരം തിന്മകളിൽ വ്യാപൃതരാകുന്നു അവരുടെയൊക്കെയും കാര്യത്തില് അതിന്റെ ഇമ്പാക്ട് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണും. അതിനൊക്കെയും അവർ ആൻസറബിൾ ആവുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ ചിലയിടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ അങ്ങനെ ഒരു പരാമർശം നമുക്ക് കാണാം. അത് ഇങ്ങനെയാണ്: വനക്തുബു മാ ഖദ്ദമു വ ആസാറഹു. അവര് മുൻകൂട്ടി ചെയ്ത കാര്യങ്ങളും അവയുടെ ആ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും എന്ന നിലക്ക് അത് നാം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. അപ്പൊ നമ്മളൊരു അക്രമപരമായ കാര്യം ചെയ്യുന്നുവെങ്കിൽ അത് ആ ഒരു സിംഗിൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡീഡ് മാത്രമല്ല, അത് കണ്ട് അത് പ്രചോദനമായി അതിൽ പ്രേരിതരായി ഒക്കെ അത്തരം സംഗതികൾ ചെയ്യുന്നവര്, ഒരു തിന്മക്ക് തുടക്കം കുറിക്കുന്ന ആള് ആ തിന്മ അയാളുടെ കാലശേഷവും അങ്ങനെ സമൂഹത്തിൽ നിലനിന്നു പോകുന്നു. അതിന് തുടക്കമിട്ടത് അയാളാണ്, അതിന് പ്രേരണ നൽകിയത് അയാളാണ് എന്നതൊക്കെ കാരണത്താൽ അതിന്റെ ഇമ്പാക്ട് ഏതൊക്കെ തലത്തിൽ നിലനിൽക്കുന്നുവോ അതിന്റെയൊക്കെയും ഒരു വിഹിതം ഇയാളുടെ കർമ്മപുസ്തകത്തിലും രേഖപ്പെടുത്തപ്പെടും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനൊക്കിടയിൽ ഒരുപാട് കണ്ണികൾ ഉണ്ടാവും. ആ കണ്ണികൾക്കൊക്കെയും അതിന്റെ വിഹിതം ഉണ്ടാവും. എന്നാൽ ആദ്യമായിട്ട് ആ തിന്മ, ആ അക്രമം, ആ ദുൽമ് സമൂഹത്തിൽ ചെയ്ത ഒരാള് അയാളുടെ പ്രവർത്തനത്തിന്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് അത് സമൂഹത്തില് ചില അലയോലികൾ ഉണ്ടാക്കുകയും അത് ഒരു ആചാരമായിട്ടൊക്കെ നടപ്പിൽ വരികയും അങ്ങനെ അത് നിലനിന്നു പോവുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ, ഇത് തിന്മയുടെ മാത്രം കാര്യത്തിലല്ല, നന്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നന്മ ചെയ്തത് ദീർഘകാലത്തേക്ക് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിലാകാം ഒരാൾ. അത് കണ്ട് പ്രചോദിതരായിട്ട് അതുപോലെയുള്ള നന്മകളിലേക്ക് പ്രേരിതരാകുന്ന ധാരാളം ആളുകളും തുടർന്നുള്ള തലമുറകളിൽ ഉണ്ടാവാം. അതിന്റെയൊക്കെയും ഗുണം, അതിന്റെയൊക്കെയും ഫലം ഈ ആദ്യം അത് തുടക്കമിട്ട ആൾക്ക് അതിന്റെ ഒരു വിഹിതം അയാളുടെ കർമ്മത്തിന്റെ ആസാറായിട്ട് പരിഗണിക്കപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തപ്പെടും എന്നാണ് സൂറത്ത് യാസീനിലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആ ആയത്തിന്റെ ശകലം സൂചിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹു പറയുന്നത് യൗമ യുഹ്ശറു അഅദാഉല്ലാഹി, അള്ളാഹുവിന്റെ അഅദാഉകള് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഇലന്നാർ, നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ, അല്ലെങ്കിൽ നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നതിന് ഉള്ള അതിന്റെ മുന്നോടിയായിട്ട് അവര് വിചാരണക്കായിട്ട് ഹാജരാക്കപ്പെടുന്ന ആ നാളിൽ ഫഹും യൂസഊൻ, അവര് ഓരോരുത്തർ വരുന്നവരവിടെ തടഞ്ഞു നിർത്തപ്പെടുകയാണ്. അവര് എല്ലാവരും വന്നു ചേരാൻ വേണ്ടി ആദ്യം വരുന്നവരെ അവിടെ തടഞ്ഞു നിർത്തപ്പെടുകയാണ്. എന്നിട്ട് ഹത്താ ഇദാ മാ ജാഊഹ, അങ്ങനെ എല്ലാവരും ആ നരക സാന്നിധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരുടെ വിധി സുനിശ്ചിതമായതാണ്. കേവലം ഒരു വിചാരണ പ്രക്രിയ പൂർത്തിയാകുകയേ വേണ്ടതുള്ളൂ. അതോടെ അവര് കടന്നു വന്ന ആ ദിശയിൽ തന്നെ അവര് മുന്നോട്ട് നീങ്ങേണ്ടി വരും. നരകത്തിലേക്കാണ് അവർ സ്വാഭാവികമായിട്ടും എത്തിച്ചേരുക. അപ്പൊ അങ്ങനെ എല്ലാവരും ആ നരകത്തിന്റെ സാന്നിധ്യത്തിലായിട്ട് പരിസരത്തായി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഷഹിദ അലൈഹിം, അവർക്കെതിരിൽ സാക്ഷ്യം പറയും. ശംഉഹും വ അബ്സാറുഹും, അവരുടെ കേൾവിയും അവരുടെ കാഴ്ചകളും. വജുലൂദുഹും, അവരുടെ ചർമ്മങ്ങളും അവർക്കെതിരിൽ സാക്ഷ്യം പറയും. ബിമാ കാനൂ യഅമലൂൻ, അവര് ചെയ്തുകൊണ്ടിരുന്ന സംഗതികളുടെ കാര്യത്തിലായിട്ട്. അപ്പൊ ചെയ്തുകൊണ്ടിരുന്ന നല്ല സംഗതികളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്കെതിരിലുള്ള സാക്ഷ്യമല്ല വേണ്ടിവരിക, അവർക്ക് അനുകൂലമായ സാക്ഷ്യമാണ്. അതിവിടെ പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നത് മുജ്രിമുകളും അതുപോലെ കുഫാറുകളും അഅദാഉള്ള എന്ന വിധത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് നന്മ ചെയ്ത ആളുകളുടെ
ആ നന്മയുടെ കാര്യത്തിൽ സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അന്ന് ആ നാളിൽ ഹത്തായിദ മാ ജാഊഹ, അവരൊക്കെയും തന്നെ ആ നരകത്തിന്റെ പരിസരത്ത് സാന്നിധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഷഹിദ അലൈഹിം, അവർക്കെതിരിൽ സാക്ഷ്യം വഹിക്കും സംഉഹും വ അബ്സാറുഹും വ ജുലൂദുഹും, മറ്റ് ആരുടെ സാക്ഷ്യവും ആവശ്യമില്ലാത്ത വിധത്തില് അവർക്കെതിരിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവരുടെ ചർമ്മങ്ങളും സാക്ഷ്യം വഹിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇവരുടെ കർമ്മപുസ്തകം നൽകപ്പെടുകയും അതില് അവരുടെ കുറ്റങ്ങള് വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുകയും ചെയ്യുമ്പോൾ ഇവരിൽ പലരും അത് നിഷേധിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങും. ഞങ്ങളത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതല്ല ചെയ്തത് എന്നൊക്കെയുള്ള വിധത്തിൽ പറഞ്ഞുകൊണ്ട് അതിന്റെ കുറ്റമൊഴിയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോഴാണ് അവരുടെ അത്തരം പ്രവണതകളെ പോലും ഇല്ലാതാക്കുന്ന വിധത്തില് ചില സാക്ഷ്യങ്ങൾ അവിടെ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ നിർവഹിക്കപ്പെടുന്ന സാക്ഷ്യങ്ങൾ ഓരോരുത്തരെയും നിശബ്ദമാക്കുന്ന വിധത്തിലുള്ളതാണ്. കാരണം അവരുടെ തന്നെ കേൾവിയും കാഴ്ചയും ചർമ്മങ്ങളുമാണ് അവർക്കെതിരിൽ സാക്ഷ്യമാകാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അവർക്ക് കൂടുതലൊന്നും പറയേണ്ടി വരില്ല, പറയാൻ കഴിയില്ല. അവരുടെ കുറ്റങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് അറിയില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന വിധത്തിൽ അവർക്ക് ഏറെയൊന്നും പറയാൻ അവസരവും ഉണ്ടാവില്ല. കാരണം അവർക്കെതിരിൽ അവരുടെ കുറ്റകൃത്യങ്ങൾ സാക്ഷ്യം വഹിക്കപ്പെടുന്നത് അത് അവരുടെ തന്നെ കാതുകളും കണ്ണുകളും ചർമ്മങ്ങളുമാണ് എന്നതാണ്. അവര് കേട്ടതും അവര് കണ്ടതും അവര് അനുഭവിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങള് അവരുടെ തന്നെ ശരീരാവയവങ്ങൾ സാക്ഷികളായിക്കൊണ്ടാണ് തെളിയിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ സാക്ഷ്യം പറയൽ അവിടെയും പരിമിതമല്ല. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂറത്തില്, സൂറത്ത് സൽസലയിൽ അല്ലാഹു പറയുന്നത് കാണാം, വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമി അതിന്റെ ഭാണ്ഡങ്ങളെയും ഭാരങ്ങളെയും ഒക്കെ പുറത്തേക്ക് തള്ളും ആ നാളിൽ. വ ഖാലൽ ഇൻസാനു മാലഹ, എന്താണ് ഇതിന് സംഭവിച്ചത് എന്ന് മനുഷ്യൻ ചോദിച്ചു പോകും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ നാളില് ഭൂമി അതിന്റെ കഥകളൊക്കെയും വിവരിക്കും. ബി അന്ന റബ്ബക ഔഹാലഹ, നിന്റെ നാഥൻ അതിന് അങ്ങനെ വെളിപാട് നൽകിയത് കാരണമായി. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ പ്രതലങ്ങളും, അവിടെ അടങ്ങിയിട്ടുള്ള സകല സംഗതികളും, മണൽത്തരികൾ തൊട്ട് വലിയ വടവൃക്ഷങ്ങൾ വരെയുള്ള പ്രതലങ്ങളുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ. ഇതൊക്കെയും ആ പരിസരത്ത് നടന്ന അതിൽ ബന്ധപ്പെട്ട ആളുകളുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് അതിനുള്ള സാക്ഷ്യം പറയുന്നവരായിട്ട് ഹാജരാകും. ഭൂമി അതിന്റെ സകല സംഗതി കഥകളും പറയും എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള സകല പ്രതലങ്ങളും ഉണ്ട്, സകല വസ്തുക്കളും, ഖരവും ദ്രവവും ഒക്കെ ആയിട്ടുള്ള സകല വസ്തുക്കളും ഭൂമിയുടെ ഉപരിതലത്തില് എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇത് നൽകുന്ന സൂചന. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സകല സംഗതികളും നമ്മൾ മനുഷ്യര് തയ്യാറാക്കി വെച്ച ഒരു സർവീലൻസ് ക്യാമറയും അതുപോലെ CCTV സംവിധാനങ്ങളൊക്കെ പോലെ, അല്ലെങ്കിൽ അതൊക്കെ അതിന്റെ വളരെ പരിമിതമായ ചില ശ്രമങ്ങൾ മാത്രമായിട്ട് കാണും. ഇതൊന്നും ചെയ്യാതെ തന്നെ പ്രകൃതിയില് ഇവ രേഖപ്പെടുന്നുണ്ട്, അതിന് അള്ളാഹു സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് ഹാജരാക്കപ്പെടുമ്പോ ഒരാൾക്കും തന്റെ കർമ്മങ്ങളെ നിഷേധിക്കാൻ കഴിയാത്ത വിധത്തില് അയാൾ ആ കർമ്മം ചെയ്ത സമയത്ത് ആ ചുറ്റുപാടും പരിസരവും ഉണ്ടായിരുന്ന സകല സംഗതികളിലും അയാളുടെ ചെയ്തികൾ പതിഞ്ഞു കിടക്കുകയാണ്. അതൊന്ന് റീപ്ലേ ചെയ്യേ വേണ്ടതുള്ളൂ. റീപ്ലേ ചെയ്യുന്നതോടുകൂടി ഒരു ദൃശ്യാവിഷ്കാരം എന്ന നിലക്ക് അവർക്കൊക്കെയും തന്നെ ആ കർമ്മങ്ങൾ വീണ്ടും കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. ഭൂമി സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ
പഴുതടച്ചുകൊണ്ടുള്ള സാക്ഷ്യം പറയലാണ്. അത് ഇതുപോലെയുള്ള ദൃശ്യങ്ങള് കാണിക്കപ്പെടുന്ന അത്രത്തോളം പഴുതടച്ച വേറെ രീതി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും ഭൂമിയുടെ പ്രതലത്തിലെ എല്ലാ സംഗതികളും എന്തു തന്നെ ആയാലും, അത് മണൽത്തരിയാവാം, ഇനി അതിനേക്കാൾ സൂക്ഷ്മമായ പ്രതലങ്ങളാവാം, അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്തൊക്കെ സംഗതികളുണ്ടോ അവയിലൊക്കെയുമായിട്ട് പതിഞ്ഞു കിടക്കുന്നുണ്ട് ഒരുപാട് ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളാണ് ഈ ആളുകൾക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കാര്യമാണ് അല്ലാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂമിയിൽ ഇങ്ങനെ പതിയുന്നുണ്ട് ഈ ദൃശ്യങ്ങള് എന്നത് സൂറത്ത് സൽസലയിൽ നൽകപ്പെടുന്ന സൂചനയിൽ നിന്നും മനസ്സിലാക്കാം. ഇവിടെ പറയുന്നത് ഓരോരുത്തർക്കും എതിരില് അവരുടെ തന്നെ ശരീരാവയവങ്ങൾ സാക്ഷ്യമായിട്ട് വരികയാണ്. ഒന്ന് ആണ്, സംഹും അവരുടെ കേൾവി, അവരുടെ കാതുകള് അവർക്കെതിരിൽ സാക്ഷ്യം പറയുകയാണ്. ആ കാതുകൾ കുറ്റകരമായ രീതിയിൽ കേട്ട കാര്യങ്ങളൊക്കെയും വിളിച്ചു പറയുകയാണ്. അതുപോലെ അവരുടെ കണ്ണുകൾ, അവരുടെ ദൃഷ്ടികള് കുറ്റകരമായ രീതിയിൽ കണ്ടതൊക്കെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ വജുലൂദുഹും ദൈവധിക്കാരപരമായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെയും അയാളുടെ ചർമ്മങ്ങളിൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. ചർമ്മങ്ങൾ സാക്ഷിയാണ്. ശരീരാവയവങ്ങളുടെ സകല ഭാഗങ്ങളിലെയും ചർമ്മങ്ങള് ഇതൊക്കെയും രേഖപ്പെടുത്തുന്നുണ്ട്. അവയും സാക്ഷിയായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. ബിമാ കാനു യഅമലൂൻ, എന്തൊക്കെയായിരുന്നോ അവര് ചെയ്തിരുന്നത് അതിനൊക്കെയും സാക്ഷിയായിക്കൊണ്ടാണ് ചർമ്മങ്ങളും ദൃഷ്ടികളും കേൾവിയും സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോ നരകത്തിലേക്ക് അവര് എറിയപ്പെടുന്നതിന് മുമ്പായി അവരുടെ കുറ്റകൃത്യങ്ങളെയും പാപങ്ങളെയും ഒക്കെ വിശദമായിട്ട് അവരുടെ മുന്നിൽ കാണിക്കപ്പെടുന്നു. അവരെ അത് ബോധ്യപ്പെടുത്തുന്നു. അവർക്ക് എതിരിലുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ അത് നിഷേധിക്കുന്നവരായിരിക്കും അവരില് പലരും. പക്ഷെ ഉടനെ തന്നെ അവരുടെ ചർമ്മങ്ങള്, അവരുടെ കണ്ണുകള്, അവരുടെ കാതുകള് ഒക്കെയും അവർക്കെതിരിലുള്ള സാക്ഷ്യം പറയാൻ തുടങ്ങുകയാണ്. ഇനി അത് പോരാത്തതിന് ഭൂമിയുടെ ഉപരിതലത്തില് ഉള്ള സകല പ്രതലങ്ങളും ഈ കാര്യത്തിന് സാക്ഷിയായി രേഖപ്പെടുത്തി വെച്ചതും അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്നാണ് വേറൊരിടത്തുള്ള സൂചനയിൽ നിന്ന് വെളിപ്പെടുന്നത്. ഹത്താ ഇദാ ജാഊഹ, അങ്ങനെ ഈ അഅദാ ഉള്ള ഈ നരകത്തിന്റെ സാന്നിധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എല്ലാവരും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ, ഷഹിദ അലൈഹിം സംഉഹും അവർക്കെതിരിൽ അവരുടെ കാതുകൾ സാക്ഷ്യം വഹിക്കുന്നു, വഅബ്സാറുഹും അവരുടെ കണ്ണുകളും, വജുലൂദുഹും അവരുടെ ചർമ്മങ്ങളും. ജുലൂദ് എന്ന ജിൽദ് എന്നതിന്റെ ബഹുവചനാണ് ചർമ്മങ്ങൾ. ബിമാ കാനു യഅമലൂൻ, എന്തൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത് അവരുടെ കാലഘട്ടത്തിൽ എന്നതിനാണ് ഇതൊക്കെയും സാക്ഷ്യം വഹിക്കുന്നത്. അതോടുകൂടി ഈ ബന്ധപ്പെട്ട ആളുകൾക്ക്, ഈ ഇവിടെ പരാമർശിക്കപ്പെട്ട അഅദാ ഉള്ളക്ക് യഥാർത്ഥത്തിൽ പിന്നെ യാതൊന്നും എതിർത്ത് പറയാനില്ല, കഴിയില്ല. ഈ സാക്ഷ്യങ്ങളുടെ മുന്നില് നിശബ്ദമായി തോൽവി സമ്മതിച്ച് നിൽക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ. കാലൂലി ജുനൂദിയും, ആ ഘട്ടത്തിൽ അവർ തങ്ങളുടെ ചർമ്മങ്ങളോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കണ്ണുകളോടും കാതുകളോടും അല്ല, ചർമ്മങ്ങളോടായിട്ട് അവർ ചോദിക്കുകയാണ്. ലിമ ഷഹിദ്തും അലൈന, നിങ്ങൾ എന്തേ ഞങ്ങൾക്കെതിരിൽ സാക്ഷികളായി കളഞ്ഞു? ഞങ്ങളുടെ ചർമ്മങ്ങളായിരുന്നല്ലോ, ഞങ്ങളുടെ ശരീരത്തിനുള്ള ആവരണമായിരുന്നല്ലോ നിങ്ങൾ. ഞങ്ങൾക്ക് അത്രയും സംരക്ഷണം തന്നിരുന്നത് നിങ്ങളാണല്ലോ. നിങ്ങളായിരുന്നല്ലോ ഞങ്ങൾ. യഥാർത്ഥത്തില് നിങ്ങൾ എന്നൊരു വ്യത്യാസമില്ലാത്ത ചർമ്മങ്ങളും അതുപോലെ ആ ചർമ്മങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്ന ആളുകളും ഒന്നായിരുന്നല്ലോ. എന്നിട്ട് എന്തേ നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയാൻ മുതിർന്നു കളഞ്ഞു എന്നതാണ് ചോദ്യം. ലിമ ഷഹിദ്തും അലൈന,
നിങ്ങൾ എന്തേ ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുന്നത്? ഇതാണ് മനുഷ്യന്റെ ശരീര ചർമ്മങ്ങള് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മൾ കരുതും നമ്മളുടെ ശരീരത്തിന്റെ ഭാഗമാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, നമ്മൾ ആഗ്രഹിച്ച വിധത്തിലാണ് അവ പെരുമാറുക എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. അവയൊക്കെയും അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ധിക്കാരത്തിനെ ഒക്കെ പിന്തുണക്കാൻ ഈ അവയവങ്ങൾ പോലും കൂട്ടാക്കുന്നില്ല. അപ്പോ നിങ്ങൾ എന്താ ഞങ്ങൾക്ക് എതിരിൽ സാക്ഷ്യം പറയുന്നു എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോ കാലു, ചർമ്മങ്ങൾ പറയുന്നത് ഇതാണ്, അന്തഖന, ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് അള്ളാഹു. അള്ളാഹു ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്. അല്ലദീ അന്തഖ കുല്ല ശൈഇൻ, എല്ലാറ്റിനെയും സംസാരിപ്പിച്ചവനായ അള്ളാഹു ഞങ്ങളെ കൊണ്ടും സംസാരിപ്പിച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ ചർമ്മങ്ങള്, അല്ലെങ്കിൽ അവര് പറയുന്ന ഈ ആളുകളുടെ ചർമ്മങ്ങള് അവരോടായിട്ട് പറയുന്നത്, നിങ്ങള് ഞങ്ങളുടെ നേരെ തിരിഞ്ഞത് കൊണ്ട് യാതൊരു കാര്യമില്ല, ഞങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഇബാദാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് സംസാര ശേഷി നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലദീ അന്തഖ കുല്ല ശൈഇൻ, എല്ലാറ്റിനെയും സംസാരിപ്പിച്ചവനായ അള്ളാഹു. ഇവിടെ നൽകപ്പെടുന്ന ഒരു അതിഗംഭീരമായ സൂചനയുണ്ട്. ആവശ്യമെങ്കിൽ ഏത് സൃഷ്ടിജാലവും, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ എന്തും, അത് ചേതനമായാലും അചേതനമായാലും ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും ഏത് വിധത്തിലുള്ള പരുപരുത്തതോ മിനുത്തതോ ആയ പ്രതലങ്ങൾ ഉള്ളതാണെങ്കിലും, അല്ലെങ്കിൽ ദ്രവരൂപത്തിലോ അല്ലെങ്കിൽ ഖരരൂപത്തിലോ ഉള്ളതാണെങ്കിലും, ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അതിനൊക്കെയും അള്ളാഹു ഇച്ഛിക്കുന്ന സമയത്ത് കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ശേഷി ഉണ്ടാകും എന്നാണ്. എന്തും സംസാരിക്കും, എന്തിനേയും സംസാരിപ്പിക്കുകയുണ്ടായ അള്ളാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത് എന്നാണ് മനുഷ്യന്റെ ചർമ്മങ്ങൾ ആ ഘട്ടത്തിൽ പറയുന്നത്. അന്തഖന അല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. നേരത്തെ സൂറത്തു സൽസലയിൽ നിന്ന് നിങ്ങളെ കേൾപ്പിച്ച ആ ഭാഗം ഈ പരാമർശം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുമ്പോ ഭൂമിയുടെ പ്രതലത്തിന്റെ ഏത് തലവും ഏത് ഭാഗവും അള്ളാഹുവിന് വേണ്ടി ഈ ദൃശ്യ ശ്രാവ്യ ആലേഖനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ഒക്കെ ദൃശ്യശ്രാവ്യ ആലേഖനം, അതിന്റെ ശബ്ദം, അതുപോലെ അതിന്റെ കാഴ്ച ദൃശ്യങ്ങൾ, ഇതൊക്കെയും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു ആവശ്യപ്പെടുന്ന ഘട്ടത്തില് അവയൊക്കെയും സംസാരിച്ചു തുടങ്ങും. അതിൽ നിന്ന് അള്ളാഹു ഒന്നിനെയും മാറ്റി നിർത്തിയിട്ടില്ല. മനുഷ്യന്റെ പുരികവും മുടിയും നഖവും തൊലിയും ഒക്കെ അടങ്ങുന്ന സകലതും സംസാരിക്കുന്ന പോലെ ഈ ഭൂമിയുടെ പ്രതലത്തിൽ കാണുന്ന സകല സംഗതികളും അതിന്റെ ദൃശ്യശ്രാവ്യ ആലേഖന ശേഖരത്തിൽ നിന്ന് കാര്യങ്ങൾ പുറത്തെടുത്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. ആവശ്യമെങ്കിൽ, ആവശ്യമാവുന്ന ഘട്ടത്തിൽ അതൊക്കെയും അവ സംസാരിച്ചു കൊണ്ടിരിക്കും. അന്തഖന അല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ, സകലതിനെയും സംസാരിപ്പിച്ചവനായ അള്ളാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ ഈ ചർമ്മങ്ങൾ വിളിച്ചു പറയുന്നത്. വഹുവ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിക്കുകയുണ്ടായത്. അവല മറത്തിൻ, ഒന്നാമത്തെ വട്ടം നിങ്ങളെ ഒന്നാമതായി ആദ്യമായി സൃഷ്ടിച്ചത് അവനാണ്. വഇലൈഹി തുർജഊൻ, അവന്റെ അടുക്കലേക്കാണ് നിങ്ങളിപ്പോ മടക്കി അയക്കപ്പെടുന്നത്. നിങ്ങൾ തിരികെ അയക്കപ്പെടുന്നത് അവന്റെ അടുക്കലേക്കാണ്. അപ്പൊ ഇത് ഈ അവസാനം പറഞ്ഞ ഭാഗം ഈ ചർമ്മങ്ങൾ പറഞ്ഞതാവാം. ഇനി അതല്ലെങ്കിൽ ചർമ്മങ്ങൾ പറഞ്ഞ വാചകത്തിനോട് ചേർത്ത് അള്ളാഹു ഒരു കാര്യം പറയുന്നതാവാം. വഹുവ ഖലഖക്കും, ആ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാറ്റിനും സംസാര വൈഭവം നൽകിയിട്ടുള്ളവനായ അള്ളാഹു, അവനാണ് നിങ്ങളെ സൃഷ്ടിക്കുകയുണ്ടായത്. അവല മറത്തിൻ, ഒന്നാമത്തെ തവണ, ആദ്യഘട്ടത്തിൽ തന്നെ. വഇലൈഹി തുർജഊൻ, അവന്റെ അടുക്കലേക്ക്, ആ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് നിങ്ങൾ തിരികെ അയക്കപ്പെടാനും പോകുന്നത്. ഈ കാര്യം പറയുന്നത്
അത് ഇവരുടെ ചർമ്മങ്ങൾ തന്നെ ആവണമെന്നില്ല. ചർമ്മങ്ങൾ പറഞ്ഞ കാര്യം ഒരു പക്ഷേ അന്തക്കുല്ല ഷൈ എന്ന് പറയുന്നതോടെ തീർന്നു കാണും. എന്നിട്ട് അതിനോട് ചേർത്ത് അള്ളാഹുവിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തേർഡ് പേഴ്സണിൽ അള്ളാഹു പറയുന്ന ഒരു ശൈലിയിലാണ് ഈ കാര്യം. അത് ഒന്നുകിൽ ഈ ചർമ്മങ്ങൾ പറഞ്ഞത് തന്നെ ആയി മനസ്സിലാക്കാം, അതല്ലെങ്കിൽ അതിനോട് ചേർത്ത് വളരെ ശ്രദ്ധേയമായ ഒരു സത്യം അവരെ കേൾപ്പിക്കുന്ന വിധത്തിൽ അള്ളാഹു പറഞ്ഞതായിട്ടും മനസ്സിലാക്കാം. വമാ കുൻതും തസ്തതിറൂന, എന്നിട്ട് തുടർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. വമാ കുൻതും തസ്തതിറൂൻ, നിങ്ങൾ യാതൊന്നും മറച്ചു വെച്ചുകൊണ്ടായിരുന്നില്ലല്ലോ ചെയ്തിരുന്നത്, ഒരു മറയും ഉണ്ടായിരുന്നില്ലല്ലോ. അയ്യഷ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും, നിങ്ങളുടെ കേൾവിയും കാഴ്ചയും നിങ്ങളുടെ ചർമ്മങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ദുഷ്കൃത്യങ്ങൾക്ക് സാക്ഷികളാകാതിരിക്കുന്നതിന് വേണ്ടി അവയിൽ നിന്ന് യാതൊന്നും നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അതാണല്ലോ വസ്തുത. നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്ന സന്ദർഭത്തില് നിങ്ങളുടെ ചർമ്മങ്ങൾ കാണും, നിങ്ങളുടെ ദൃഷ്ടി രേഖപ്പെടുത്തും, നിങ്ങളുടെ കേൾവി രേഖപ്പെടുത്തും എന്നൊക്കെയുള്ള ഭീതി നിങ്ങൾക്കുണ്ടായിരുന്നോ? അങ്ങനെയുള്ള ബോധം നിങ്ങൾക്കുണ്ടായിരുന്നോ? എന്നിട്ട് അവയൊന്നും കാണാതിരിക്കണം എന്ന ഒരു താല്പര്യം നിങ്ങൾ കാണിച്ചോ? ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ ദുഷ്കൃത്യങ്ങൾ ചെയ്തപ്പോ നിങ്ങളുടെ ചർമ്മങ്ങളും കാതുകളും ദൃഷ്ടികളും ഒക്കെ തന്നെ അതൊന്നും കാണുന്നില്ല എന്ന ഒരു ധാരണയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. നിങ്ങൾ അതൊന്നും ഗൗനിക്കുകയേ ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ തന്റെ കേൾവിയും കാഴ്ചയും ചർമ്മങ്ങളും തനിക്കെതിരിൽ സാക്ഷിയാകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന ഭയപ്പാട് നിങ്ങൾക്കുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ നിങ്ങൾക്ക് ഇവരുടെ കാഴ്ച മൂടിയിടാൻ കഴിയില്ല. ഇപ്പൊ CCTV മറച്ചു പിടിക്കുന്ന കുറ്റവാളികളൊക്കെ ഉണ്ടാവും. വല്ല തോർത്തോ മുണ്ടോ ഒക്കെ വാരിയിട്ട് CCTVയുടെ കാഴ്ചയെ മൂടിയിടുന്ന ഒരു പരിപാടി പലരും ചെയ്യുന്നുണ്ടാവും. ബാങ്ക് കവർച്ച ചെയ്യുന്നവരൊക്കെ, അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ. എന്നാൽ അള്ളാഹു ഏർപ്പെടുത്തിയ ഈ സംവിധാനങ്ങൾ, ഈ രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അത് മനുഷ്യന്റെ തന്നെ കേൾവിയും കാഴ്ചയും ചർമ്മങ്ങളും ഒക്കെയാണ്. അതുകൂടാതെ ഭൂമിയുടെ പ്രതലങ്ങളൊക്കെയും തന്നെ. അപ്പൊ ഇതൊക്കെയും മൂടിയിട്ടുകൊണ്ട് മനുഷ്യനൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. മറിച്ച് മനുഷ്യന് സാധിക്കുന്ന ഒരേ ഒരു സംഗതി ഇവയൊക്കെയും കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി വേണ്ടായികകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ദുഷ്കൃത്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുക എന്നതാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. അപ്പൊ അള്ളാഹു ഇവരോട് തുടർന്ന് ചോദിക്കുന്നത് വമാകുന്തും, അല്ലെ അവരോട് പറയുന്നത് വമാകുന്തും തസ്തതിറൂന, നിങ്ങള് മറച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ സ്വീകരിച്ചുകൊണ്ടായിരുന്നില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കാതുകളും കണ്ണുകളും ചർമ്മങ്ങളും ഒക്കെ ഇത് കാണുമെന്നൊരു ബോധം നിങ്ങൾക്ക് ഒട്ടുമേ ഉണ്ടായിരുന്നില്ലല്ലോ. വമാകുന്തും തസ്തതിറൂന, സത്ര് എന്ന് പറഞ്ഞാലും മറയാണ്, ഒരു കേട്ടനോ അതുപോലെയൊക്കെയുള്ള ഒരു മറക്കാണ് സിത്താർ എന്നൊക്കെ പറയാറുണ്ട്. പിന്നീട് വേറെ അതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പൊ സത്തറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നൊക്കെയാണ്. നമസ്കാരത്തിന് മുന്നില് ഒരു മറയായിട്ട് എന്തെങ്കിലും സ്വീകരിക്കുന്നതിന് സത്തർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കാണാം. അപ്പൊ ഒമാകുന്തും തസ്തതിറൂന, നിങ്ങള് ഒരു മറ ഇടുന്നൊന്നും ഉണ്ടായിരുന്നില്ല, മറ സ്വീകരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഗോപ്യമാക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടും എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടായിരുന്നില്ല. എപ്പോഴാണ് യശ്ഹദ അലൈക്കും സമഉക്കും വല അബ്സാറുക്കും വല ജുലൂദുക്കും, നിങ്ങളുടെ സമഉം അബ്സാറും ജുലൂദും നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയും എന്ന കാര്യം ഓർത്തുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മറച്ചു പിടിക്കുന്നുണ്ടായിരുന്നില്ല ഒന്നാമത്തത്. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ബോധം കാരണമായി
അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ല. വലാക്കിൻ ലനൻതും, മറിച്ച് നിങ്ങൾ ഊഹിച്ചത്, നിങ്ങൾ കരുതിയത് ഇതാണ്, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ കാര്യങ്ങളും അള്ളാഹു അറിയുന്നില്ല എന്നാണ് നിങ്ങൾ കരുതിയിരുന്നത്. നിങ്ങൾ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അള്ളാഹു അറിയുന്നില്ല എന്ന അസംഷനിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. വലാക്കിൻ ലനൻതും അന്നല്ലാഹ യഅലമു ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ സംഗതികളും അള്ളാഹു അറിയുന്നേ ഇല്ല എന്നാണ് നിങ്ങൾ സങ്കല്പിച്ചിരുന്നത്. അപ്പോ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാള് അയാളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം ജാഗ്രതയുള്ളവനാകും എന്നത് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഈ ആലേഖന സംവിധാനം, കേൾവിയും കാഴ്ചയും ചർമ്മങ്ങളും ഒക്കെ ഉൾപ്പെടെ ഭൂമിയുടെ സകല പ്രതലങ്ങളും മനുഷ്യകർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ഒരു ബോധം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ശക്തമായ പ്രേരണയാണ്. ഇതൊക്കെയും അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ബോധം അവന്റെ ഉള്ളില് എല്ലാ നേരവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ബോധ്യമുള്ള ഒരാൾക്ക് പാപങ്ങൾ ചെയ്യാൻ അത്ര എളുപ്പമാവുകയില്ല. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം മൂടിയിട്ട് ഇല്ലാതാക്കിയതിന് ശേഷമേ അയാൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക കാര്യങ്ങളും അള്ളാഹു അറിയുന്നില്ല എന്ന ബോധത്തിലായിരുന്നു, എന്ന വിചാരത്തിലായിരുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. മറിച്ചുള്ള വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പാപകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് ആ ഘട്ടത്തിൽ അവരോട് പറയപ്പെടുന്നത്. അത് ഈ ജുലൂദ് പറയുന്നതാവാം, അതല്ലെങ്കിൽ അതിനോട് ചേർത്ത് അള്ളാഹു പറയുന്ന വിധത്തിലും മനസ്സിലാക്കാം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിവരണം അവസാനിച്ചിട്ടില്ല, തുടർന്നുള്ള ആയത്തുകളിൽ അതിന്റെ ബാക്കി വിവരണങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.